ഷട്ടിൽ ബാറ്റിൽ തോറ്റ സ്ഥാനാർത്ഥി എന്റെ അച്ഛൻ താണ്ട് എഴുന്നള്ളുന്നേ. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള സ്റ്റാമിനയൊന്നും അച്ഛനിപ്പോ ഇല്ല. അതനുസരിച്ച് വേണം കളിക്കാൻ കേട്ടോ. എനിക്ക് 5 വയസ്സ് കൂടി 5 വർഷം കൊണ്ട് 60 നിനക്ക് 27 ആയതേ ഉള്ളൂ. ആ ഓർമ്മ വേണം. എന്തൊരു അടി അടിക്കുന്നത് നീ? എല്ലാ കളിയിലും എന്നെ അതല്ല അച്ഛൻ നേരത്തെ തോപ്പിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വാശിക്കടാ വാശി തീർക്കും. തന്തയുടെ തന്നെ നീ വാശി തീർക്ക്. ചെറിയ നടുവുണ്ടാ എൻ്റെ ഇവിടെ 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 വിളിച്ചോ നോക്കട്ടെ. ആരും വിളിച്ചില്ല. ഇല്ല വിളിച്ചില്ല. കുഴപ്പമിടണോ? വേണ്ട കുഴപ്പമില്ല. അതൊന്നും ചുമ്മാ തരും. നീ അങ്ങനെ നാണം കെടുത്തത്. ആഹാ, അച്ഛന്റെ മോന്റെ മാച്ച് കഴിഞ്ഞോ? വെള്ളം കുടിക്കേ. ഇന്ന് ആരാ തോറ്റേ? നാണം കെടുത്തല്ലേ? 5-0 അച്ഛൻ തോറ്റുപോയിരുന്നു. കുടിച്ചോ. അതെ, നിന്റെ ആ സിനിമയുടെ കാര്യം എന്തായി? അതുപോലെ നടക്കൂ. ഫുൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എടാ എഴുതറാ, നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അവനോട് പറയട്ടെ, നിങ്ങൾ ഒരുമിച്ച് എഴുതാന്ന് വെച്ച്. ആരാ? ദീപു? മോനെ, ഒരു കഥ എഴുതുമ്പം അത് ഒരാൾ തന്നെ എഴുതണം. നിന്റെ ചിന്ത, നിന്റെ എഴുത്ത്, അങ്ങനെ ചിന്തിക്ക്. ഒരാൾ വന്നാൽ അവൻ്റെ ചിന്തയായിരിക്കും അതിനകത്ത് വരുന്നത്, അല്ലേ? അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട് മോനെ. മോനിത്തരം കഴിവില്ലേ? മോനിലൊരു വിശ്വാസം വേണം. എന്തിനാ വേറെ ഒരാളുടെ കൂട്ടൊക്കെ? എടാ, പ്രൊഡ്യൂസറിന്റെ വിഷയമാണോ? അത് പറയണ്ടേ? നമ്മുടെ ആ പ്രോപ്പർട്ടി ഞാൻ കൊടുത്താലോ? അതും കൊടുക്ക്, അവന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. കൊടുത്ത അച്ഛൻ കുറച്ച് പൈസ ഇടാം. വേണ്ട അച്ഛാ, അത് ആള് വരും. എടാ പറയുന്ന കേക്ക്, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇനി അതുകൊണ്ടും തികഞ്ഞില്ലെങ്കിൽ അമ്മയോട് പറ. അമ്മയുടെ മാലയും വേറെ കുറച്ച് ആഭരണമൊക്കെ ഉണ്ട്, അതൊക്കെ പണയം വെക്കാം, അല്ലേ? അതൊന്നും വേണ്ട, അതിനൊക്കെ ആള് വന്നോളൂ. അമ്മ അടങ്ങിയിരുന്നേ ഒന്നും. എന്താ വെച്ചാൽ നോക്കുന്നു കേട്ടോ. എനിക്ക് താമസിപ്പിക്കണ്ട. അച്ഛാ, അമ്മായി വിളിക്കുന്നു. നാട്ടിലെത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താന്നേ? ഒന്നുമില്ല. അവള് അപ്പൊ അമ്മായി വരുവല്ലേ? അച്ഛാ, അമ്മായി എപ്പോഴാ വരുന്നേ? എന്തൊന്നും മിണ്ടാത്തേ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. അവളുടെ വരവ് ഒരൊന്നൊന്നര വരവായിരിക്കും. എന്ത് പ്രശ്നമോ മനുഷ്യ? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഒരു വല്ലപ്പോഴും അല്ലേ വരുന്നത്. വന്ന് നിന്നിട്ട് പോട്ടെന്നേ. അവൾ വന്നു കഴിഞ്ഞാലേ നമ്മുടെ കുടുംബത്തിലെ സന്തോഷത്തെ അത് ബാധിക്കും. നമ്മുടെ സന്തോഷത്തെ എങ്ങനെ ബാധിക്കാനാ? നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മളല്ലേ? അത് നിനക്ക് അറിയാത്തോണ്ടാ. അവളുടെ അടുത്ത് കാല് കുത്തിയാലേ അവിടെ മുടിയും. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ ആ പഴഞ്ചൻ ചിന്ത കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാ. അതൊക്കെ വിട്. അമ്മായി എനിക്കറിയാമല്ലോ. അമ്മായി നല്ല വൈബ് തന്നെ അല്ലയോടി? വൈബ് നിനക്ക് അറിയാത്തോണ്ടാ. അവളുടെ തലവെട്ടം കണ്ടോടുകൂടിയാണ് ആ കുടുംബം ചിന്ന ഭിന്നമായി പോയത്, അറിയാമോ? അപ്പൊ അച്ഛൻ എന്തീ പറഞ്ഞു വരുന്നേ? ആന്റി വരണ്ടെന്നാണോ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞാലും അവള് വരും. അത് മൊത്തത്തിലുള്ളൊരു വരവായിരിക്കും. വന്നാലേ ഈ കഥയങ്ങ് മാറും. Raise your hand if you're ready and willing. If you
കുമാരാ എന്താ കുമാരന്? എന്താടാ മൈക്കില്ലാതെ നിക്കുന്നേ? ഒന്നുമില്ല. എന്തുവാ പിണക്കമാണോ? എന്തോത്തിനാ പിണങ്ങുന്നേ? എടാ എന്തുവാടാ, എന്തിനാ പിണങ്ങുന്നേ? എനിക്ക് പിണക്കമൊന്നുമില്ല. ഇവന്റെ ശുണ്ടിക്ക് യാതൊരു കുറവുമില്ല, അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും. എന്താടാ വിഷമിക്കാതെ, ഞാനിവിടെ വന്നല്ലോ. നീ എപ്പോഴാ പോന്നേ? ശുണ്ടിക്ക് മാത്രമല്ല വളിപ്പിനും ഒരു കുറവുമില്ല. നിന്റെ ഈ വക ചോദ്യവും തമാശയും ഒന്നും എനിക്ക് വയ്യ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ഞാനിപ്പോഴും ഒന്നും പോകുന്നില്ലടാ എന്റെ കുമാരാ. പോകുന്നില്ലയോ? കണ്ടോ, പിണക്കവാ. ഞാൻ താമസിച്ചെന്റെ പിണക്കവാ. പോട്ടെ, പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് കൈ നീട്ടിക്കേ. എന്നാ ഇത് നിനക്കുള്ളതാ. എന്തിനാ? ഇതെന്തിനാ? നിനക്ക് ഐഫോണ്. ഐഫോണോ? 17. എനിക്കോ? 1,00,000 രൂപ അടുപ്പിച്ച് വിലയുണ്ട് നിനക്കാ. ഞാൻ ഇങ്ങനെയൊക്കെയല്ലേടാ നിന്നെ സ്നേഹിക്കുന്നത്. എത്ര നാളെ കണ്ടു? നീ തടിച്ചു കേട്ടോ. തടിച്ചു പഴയ ആളെയല്ല, തടിച്ചു. അല്ല. നരയൊക്കെ വന്ന് നയ്യത്ത്. ഓ ദയ ചെയ്താ ഞാൻ ചെറുപ്പമാണോ? കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും നീ വന്നതല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ, നമുക്ക് ഫുഡ് കഴിക്കാം. എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയാവോ? എന്തൊക്കെയാ? അത് വരുമ്പോ കാണാം. ഡൈനിങ് ടേബിൾ നിറച്ച സാധനമായിരിക്കും. എനിക്കേ നല്ല ക്ഷീണമുണ്ട്. പോയി കുളിച്ചിട്ടോ. മോളി റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പോ, കൊണ്ടുവരാ. നീ പോ, ഓടി. ഐഫോൺ 1,00,000 രൂപയോ? ഇതൊന്നും അല്ലായിരുന്നല്ലോ അമ്മായി വരുന്നതിന് മുമ്പ് പറഞ്ഞത്. ആണ്, പക്ഷെ മനുഷ്യനല്ലേ, മാറിക്കാണും. മാറും. കയ്യിരിക്കുന്ന ഐഫോൺ തന്നപ്പം മാറി ഇല്ലേ? അങ്ങനെ ആയിരിക്കും ഇല്ലേടി? മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരത്തില്ല. മാറ്റമൊക്കെ നല്ലതാ. ആഹാരത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, ആരുണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഉണ്ടാക്കാമല്ലോ, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാം. പറഞ്ഞാൽ പോരെ, എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും വല്ലതും കൊടുക്കണ്ടേ, അല്ലേ? മോശമല്ലേ? മോനെ ഒന്ന് പൊക്കിയടാ, അച്ഛന് പറ്റുന്നില്ല, ഭയങ്കര ഭാരം തോന്നുന്നു. ഇങ്ങനെ അടിന്ന് പിടി, ഇവിടെ പിടി. പൊക്ക. എടാ മുണ്ട്. മക്കളെ എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. ചേച്ചി. ഉഷ, ഇതെന്താ ഉഷ ഇത്? വാഷ് ചെയ്തില്ലായിരുന്നോ? അയ്യോ, ഞാൻ വാഷ് ചെയ്ത പിള്ളേരെങ്ങാണ്ട് എടുത്തിട്ട് വെച്ചാന്ന് തോന്നുന്നു. സാരമില്ല. നമ്മളെ അമേരിക്കയിലൊക്കെ ആണെങ്കിലേ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ 3-4 വട്ടം വാഷ് ചെയ്ത് വെക്കും, പിന്നെ അതെടുത്തിട്ട് പിന്നെയും വാഷ് ചെയ്യും. അപ്പം നമ്മളെ ബേസിക് ക്ലീൻലിനെസ് വേണം, ഹൈജീനാണ്. പ്രത്യേകിച്ച് കിച്ചണല്ലേ, കിച്ചണിൽ കുറച്ച് ഹൈജീനൊക്കെ വേണം. ഞാൻ എപ്പോഴും വൃത്തിയായിട്ടാണ് ചേച്ചി കിച്ചണൊക്കെ സൂക്ഷിക്കാറ്. അത് മനസ്സിലായി, വൃത്തിയുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ ഹൈജീൻ. ഞാൻ കഴുകി തരട്ടെ? വേണ്ട, ഞാൻ കഴുകിക്കോളാം. അവിടെ ഒന്ന് തുടയ്ക്കൂ. എനിക്ക് എനിക്ക് ഭയങ്കര അലർജിയാണ്. അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കൂ. അവിടെ ഞാൻ ഇത് കയറണ്ടല്ലേ, ഒന്ന് തുടയ്ക്കൂ പ്ലീസ്. പൊന്നമ്മേ, അടുക്കള കയറിയോ നീ? ഞാൻ പറയായിരുന്നേ, ഉഷയ്ക്ക് വൃത്തിയുണ്ട് പക്ഷേ ക്ലീൻലിനെസ് ഇല്ല. അപ്പം എനിക്ക് തുമ്മൽ വരുവാണ്. എനിക്ക് അമേരിക്കൻ ഗുളികകളെ പറ്റുള്ളൂ. ഈ കേരളത്തിൽ അമേരിക്കൻ ഗുളിക കിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് പറ്റില്ല. ഞാൻ സംസാരിക്കുമായിരുന്നു ഒന്ന് വൃത്തിയാക്കി ഇടണേന്ന്. അവിടെ വൃത്തിയായിക്കോളൂ. അവിടെ ചേട്ടനറിയാലോ, ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ അടുക്കളയും പരിസരവും ഒക്കെ എന്ത് വൃത്തിക്കാ കൊണ്ട് നടക്കുന്നതെന്ന്. അല്ല, അവള് പറഞ്ഞ ശരിയാ, കുറച്ച് വൃത്തിക്കുറവുണ്ട്. പക്ഷെ എന്നും ഇങ്ങനെ ഇടുന്നതല്ല. ഇതാണ് വെള്ളം കണ്ടില്ല കിടക്കുന്നത്. ഡെറ്റി വാട്ടർ. ചേട്ടാ, ഇതിപ്പോ രാവിലത്തെ പണി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ക്ലീൻ ചെയ്യാൻ സമയം വേണ്ടേ? അയ്യോ, ഷൗട്ട് ചെയ്യല്ലേ, ഹസ്ബൻഡ് അല്ലേ, സാരമില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ബഹളം വെക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. എന്തിനാ? ഇത്രയും നാള് ഞാൻ ശീലിച്ചു കൊണ്ടു നടന്ന പോലെയൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. അതെന്തിനാ മാറ്റി വെക്കുന്നത്? പിന്നെ അതങ്ങ് ചെയ്താൽ പോരെ അപ്പൊ തന്നെ. ഷൗട്ട് ചെയ്യല്ലേ, ദേഷ്യപ്പെടാതെ സംസാരിക്കൂ. ദേഷ്യപ്പെടാതെ, ഭാര്യ അനുസരിക്കുന്നില്ലെങ്കിൽ ദേഷ്യപ്പെടാതെ വേണം സംസാരിക്കാൻ. ഇഷ്യൂ ആക്കാതെ. ചേച്ചിയുടെ ഇഷ്ടത്തിന് ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടോളാം. നൈസ്. വഴക്ക് പറയരുത്, ഓക്കെ? സാരമില്ല, ആർഗ്യൂ ചെയ്യുന്നുണ്ട്, സാരമില്ല. എൻ്റെ ലൈഫിൽ ഇതുപോലെയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അവസരോചിതമായി ഇടപെട്ടതുകൊണ്ട് ഡിവോഴ്സായി.
കുഴപ്പമില്ല, അതുപോലൊന്നും വരണ്ട, ഞാനുണ്ടെല്ലാം പറഞ്ഞുതരാം. ഓക്കെ? ഇങ്ങനെ ഫൈറ്റ് ആവരുത്. നേരത്തെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നിന്നു. ഓക്കെ? നീ എന്തൊക്കെ കാര്യത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പോകുന്ന അവരുടെ അടുത്ത്? ഞാൻ എന്ത് ബഹളം ഉണ്ടാക്കി? ഇവരുടെ സ്വഭാവം അറിയാമല്ലോ. ചേട്ടാ ഇവിടൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ പറഞ്ഞ ശരിയാ, ഇച്ചിരി വൃത്തിക്കുറവൊക്കെ ഉണ്ട്. ദേ നമ്മുടെ ഗസ്റ്റാണ്, നമുക്കൊരു കടപ്പാടുണ്ട്, അറിയാമല്ലോ. വെറുതെ കിടന്ന് സംസാരിച്ച് വഷളാക്കൽ കാര്യങ്ങൾ എന്നും പറഞ്ഞ് എല്ലാം കേട്ടോണ്ടിരിക്കും. മിണ്ടായിരടി, മിണ്ടായിക്ക്. ഒച്ച എടുക്കുന്നു. ഇത്ര ആൾ വിഷയമൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ, ഇപ്പൊ എന്തുവാ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ചേട്ടന് നല്ല മാറ്റമൊക്കെ ഉണ്ട്. He shouted. Your father shouted to your mother. കൊള്ളാമോ? In front of me. എങ്ങനെയിരിക്കുന്നു? ശരിയായിട്ടുള്ള കാര്യമാണോ? ഇതാണോ ഫാമിലി? ദിസ് ഇസ് നോട്ട് എ ഫാമിലി. മെയിൽ ഷോവിനിസ്റ്റിക് ഫാമിലി. നെയ്ബേഴ്സ് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇക്വാലിറ്റിയാണ്. നെയ്ബേഴ്സ് കേട്ടിരുന്നെങ്കിൽ ഞാൻ ക്ലെൻലിനെസ് ഇല്ല എന്ന് പറഞ്ഞു. യുവർ ഫാദർ ഹാവ് ടു talk to your mother. അല്ലാതെ not to shout. He shouted. ബോണ്ട് നിങ്ങൾക്കും അമ്മയ്ക്കുമാണ് അല്ലേ? മോനും അമ്മയ്ക്കുമാണ് ബോണ്ട്. ബട്ട് യുവർ ഫാദർ, എല്ലാവരും ഹാപ്പിയാണ്. ഹീ ഈസ് ഫേക്ക്. യുവർ പേരൻസ് ആർ ഫേക്ക്. അവിടെ എത്രയോ വട്ടം സംസാരിച്ചിട്ടുണ്ട്, എത്രയോ വട്ടം ഇവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻസൈഡ് ദ ബെഡ്റൂം, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് മനസ്സിലാക്കുക. മനസ്സിലായോ? ക്ലോസ് യുവർ ഐസ് ആൻഡ് ജസ്റ്റ് ലിസൺ ടു മീ. എല്ലാം കേൾക്കണം. മൈ ഹസ്ബൻഡ് വാസ് ലൈക്ക് ദിസ്. എൻ്റെ അമ്മ ഇടപെട്ടതുകൊണ്ട് മെയിൽ ഷോവിനിസം എൻ്റെ അടുത്ത് നടന്നില്ല. ഐ കട്ട് ഇറ്റ് ഔട്ട്, ഡിവോഴ്സ്ഡ് ഹിം. ബട്ട് യുവർ മദർ അങ്ങനെയല്ല. ആളൊരു പാവമാണ്. എന്നെ ഉപദേശിക്കാൻ മൈ മദർ ഉണ്ടായിരുന്നു. യുവർ മദറിനെ ഉപദേശിക്കാൻ ആരുമില്ല. മനസ്സിലായോ? എല്ലാവർക്കും എൻ്റെ അമ്മയാവാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു ആക്ട്. യു ആർ എ ബോയ്. യു ഹാവ് ടു ആക്ട്. വാട്ട് ഡു യു ഫീൽ? ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആൻറ്റി പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ അച്ഛൻ ചെയ്തത് ശരിയല്ല. ആര്? യുവർ ഫാദർ ശരിയല്ലെന്ന് യുവർ ബ്രദർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഒന്ന് പോവാൻ്റെ, അവര് അടയും ചക്കരയൊക്കെയാ പറഞ്ഞില്ല. അടയും ചക്കര ആയിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഉറുമ്പരിക്കുമല്ലോ. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. വാട്ട് ഹാപ്പൻഡ്? നത്തിങ് ഹാപ്പൻഡ്. എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. You have to believe. Just close your eyes and trust me. Just hear me. Just listen to me. അവർ ഭാര്യയും ഭർത്താവുമാണ്. അവർ പലതും സംസാരിക്കും. They fight together. എന്തിനാണ് ഈ മകൻ ഇടപെടുന്നത്? എൻ്റെ കാര്യം കേൾക്കണം. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലായിരുന്നു. He was fighting with me all the time. എൻ്റെ മമ്മി, she supported me. എല്ലാവർക്കും എന്നെപ്പോലെ മമ്മി ഉണ്ടാവത്തില്ല. I divorced him. I signed divorce and divorced him. I don't need a man like this. So എനിക്ക് ഈ മോളുടെ ബ്രദറിൻ്റെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹി വാസ് ലൈക്ക് ദിസ്, ഒരു മോറോണിക് സ്വഭാവം. ഫാദറിനെയാണ്, സ്വന്തം ഫാദർ. എൻ്റെ കാര്യം ചോദിക്കട്ടെ, ബ്രദർ ഇങ്ങനെ സംസാരിച്ചു. ഒബ്വിയസ്ലി മോൾക്ക് പ്രശ്നം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. മോൾ ആരെടുത്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? കോളേജിൽ ടീച്ചറിനോട് പറയാം. ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? രവി സാറിന്. ഹീസ് ഹാൻസം. Yeah, നൈസ്. he's a good teacher. ഗുഡ് ടീച്ചർ. Yeah, he's a good teacher. ഐ ലൈക്ക് ദോസ് ടീച്ചേഴ്സ്. അങ്ങനത്തെ ടീച്ചേഴ്സിനാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ളവരോട് ഷെയർ ചെയ്യാം. Yeah. അപ്പോൾ മോള് പറയൂ, ഇങ്ങനെ മോളുടെ ബ്രദർ പറഞ്ഞത് ശരിയോ തെറ്റോ? തെറ്റാ. അച്ഛൻ ശരിയല്ലെന്ന് മകൻ പറയുന്നു, മകനൊരു വലിയ തെറ്റാണെന്ന് മകൾ പറയുന്നു. വാട്ട് എ ഫാമിലി. കുമാര, യു ആർ എ ബിഗ് ഫെയിലിയർ. ഇങ്ങനത്തെ ബന്ധങ്ങൾ. പക്ഷെ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ. ബ്ലഡായി പോയില്ലേ, കൊല്ലാൻ പറ്റില്ലല്ലോ. പൊന്നമേ നീ ചുമ്മാതിരി, പിള്ളേരങ്ങനൊന്നും പറയത്തൊന്നുമില്ല, നീ വെറുതെ. യു നോ വൺ തിങ്, ആരോടും പറയണ്ട, അവൾ എൻ്റെ അടുത്ത് സീക്രട്ടായിട്ട് പറഞ്ഞതാ.
Your daughter, she has an affair. ആർക്ക്? ചിന്നുവിനോ? Yes. പൊന്നമ്മക്ക് 18 വയസ്സായതുള്ളൂ. നീ ചുമ്മാതിരി. You know who? ആരാ? Her teacher, Ravi sir. സാറോ? She shared everything with me. എൻ്റെ അടുത്ത് സംസാരിച്ചു. They are very close. Very, very close. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ ഇരുന്നാണ് അവർ സംസാരിക്കാറുള്ളത്. You want to ask? ചോദിക്കണം. No. Not now. ഇപ്പം ചോദിക്കരുത്. രണ്ടുപേരെയും ക്ലാസ് റൂമിൽ നിന്ന് കൈയോടെ നമുക്ക് പൊക്കാം. ഞാൻ പറയുമ്പോൾ മാത്രം ചോദിക്കുക. കൂൾ. I am here for you. ഞാനുണ്ട്, വിഷമിക്കണ്ട. What a family. Thank God. Thank you for separating me from my family. എന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നേ? ഫുഡ് കഴിക്കണ്ടേ? ഡൈനിങ് ടേബിളിലാണോ എല്ലാരും മോഹം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? ദിസ് ഈസ് നോട്ട് ഗുഡ്, നോട്ട് അറ്റ് ഓൾ ഗുഡ്. പ്ലേറ്റിംഗ് എടുത്തേ. അച്ഛൻ്റെ മുന്നിലല്ലേ പ്ലേറ്റ് ഇരിക്കുന്നത്? അച്ഛൻ്റെ കൈ ഉണ്ടല്ലോ, അച്ഛൻ്റെ അടുത്തൂടെ. ഇത് എന്നോട് പറയുന്നു. വെള്ളം കഴിക്കും. എനിക്ക് വേണ്ട. എടാ കഴിക്കാൻ. എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് വേണ്ട, വിശപ്പില്ല ഇപ്പം. എടാ കഴിച്ചിട്ട് പോവാൻ. വേണ്ടാത്താരും വിടച്ച, എന്തിനു വെറുതെ നിർബന്ധിക്കുന്നേ? ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? ആരുടെ മുന്നിൽ വെച്ച്? എനിക്ക് വേണ്ട. നീ കഴിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം. ഒരു മര്യാദയില്ലാത്ത പോക്കായി പോയത്. അത് ശരിയാ, ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയത് മോശമായിപ്പോയി. അയ്യോ, ദാറ്റ്സ് നോട്ട് ദ മാറ്റർ. കറി വിളമ്പി തന്നിട്ട് പോണമായിരുന്നു. പണ്ടേ അവനിങ്ങനെയാ. അല്ല, അവൻ ഫുഡ് സെർവ് ചെയ്ത് തരാറില്ല, കെയർ ചെയ്യാറില്ല. അല്ല, ആവശ്യത്തിന് കെയറിങ് ഉണ്ട്, കാണിക്കത്തില്ലെന്ന്. ആക്ച്വലി അവൻ എനിക്ക് വിളമ്പി തന്നത് കണ്ടോ? പണ്ടേ അവൻ ഇങ്ങനെയാ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നോട് മാത്രം അത് കാണിക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാര്യമാണ്, എന്നാലും ഞാൻ പറയാം. കെയറിങ്ങിൻ്റെ കാര്യം ഓർത്തപ്പോഴേ പറയാതിരിക്കാൻ പറ്റത്തില്ല. വി വെർ ഇൻ ലവ്. വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. എൻ്റെ ഫാദറിന് കുറച്ച് ഫിനാൻഷ്യലി ഹൈ ആയതുകൊണ്ട് എതിർപ്പേ ആയിരുന്നു, ഭയങ്കര എതിർപ്പായിരുന്നു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉഷ ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരുന്നേനെ. പിന്നെ ഞാൻ വേറെ മാരേജ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവനങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോക്കും. ബിക്കോസ് ഐ എം ഡിവോഴ്സിങ്. ഏയ് ഉഷ, ജസ്റ്റ് കിഡിങ്. പൊന്നമ്മ ചേച്ചിയെ വിളമ്പി കഴിക്കേ, ഞാൻ പോയി ബാക്കി കറിയൊക്കെ എടുത്തുകൊണ്ട് വരാം. അവൾ ഉറങ്ങണ്ടേ ഉഷ? ആരും കണ്ടില്ലല്ലോ. ഇതുവരെ ആരും കണ്ടില്ല. കുമാരൻ പറഞ്ഞതുപോലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്.
എന്തായാലും നീ ഇവിടെ വന്നല്ലോ എനിക്ക് വേണ്ടി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കളഞ്ഞത് കുമാരൻ ഒറ്റയാൾ പറഞ്ഞിട്ടാ. എനിക്കറിയാം നീ ഇവിടെ വന്നതും എനിക്ക് വേണ്ടിയാണെന്ന്. എന്നാലും നീ ഇവിടെ വന്ന് എല്ലാവരും വെറുപ്പിക്കുന്നുണ്ടല്ലേ? ശരിക്കും 2 ആഴ്ചക്കകം നമ്മളിവിടുന്ന് പോകും അമേരിക്കയ്ക്ക്. ഞാൻ കൊണ്ടുപോകും കുമാര. രണ്ടുപേരും കൂടി ഇതായിരുന്നല്ലേ പരിപാടി.